Welcome to RK's Stories. രുദ്ര ഒരു പുനർജന്മ പ്രണയം ഭാഗം 27. രചനയും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ. മഹർഷി കൊടുത്ത വില്ല് കൈകളിലേക്കെടുത്ത് മനസ്സിൽ പ്രാർത്ഥിച്ചും കൊണ്ട് ദുർഗ അതിന്റെ ഞാൻ വലിച്ചപ്പോ മിന്നൽ പോലെയുള്ള അസ്ത്രം അതിൽ പ്രത്യക്ഷപ്പെട്ടു. ഞാൻ അയച്ചതോടെ ആ അസ്ത്രം അപ്രത്യക്ഷമാവുകയും ചെയ്തു. അടുത്ത നിമിഷം അവളുടെ ആഗ്രഹപ്രകാരം ആ വില്ലും കൈകളിൽ നിന്നും അപ്രത്യക്ഷമായി. അത് കഴിഞ്ഞ് ചില ദിവ്യാസ്ത്രങ്ങളും കരസ്ഥമാക്കാനുള്ള മന്ത്രങ്ങളും അദ്ദേഹം ദുർഗയെ പഠിപ്പിച്ചു. അങ്ങനെ അതികഠിനമായ പരിശീലനത്തിന്റെ 29 ദിവസങ്ങൾ കടന്നുപോയി. 29ാം ദിവസം പരിശീലനം കഴിഞ്ഞ് സായാഹ്നമായപ്പോ മഹർഷി രുദ്രന്റെ മുന്നിലേക്കെത്തി. രുദ്ര, നിന്റെ ഇന്ദ്രനീല വളയും പടച്ചട്ടയും പിന്നെ ആ ദിവ്യമായ ആയുധവും എന്നെ ഏൽപ്പിക്കുക. എന്നിട്ട് ഒരു സാധാരണ മനുഷ്യനായി ആ ഹോമകുണ്ഡത്തിന് മുന്നിലിരുന്ന് പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. മഹർഷി പറഞ്ഞതുപോലെ ആയുധങ്ങളും പടച്ചട്ടയും ഏൽപ്പിച്ചതിന് ശേഷം ആദ്യ ആ ഹോമകുണ്ഡത്തിന് മുന്നിൽ ധ്യാനനിമഗ്നനായിരുന്നു. അല്പസമയം കഴിഞ്ഞ് മഹർഷി ദുർഗയെ അടുത്തേക്ക് വിളിച്ചു. കുമാരി, നാം നിനക്ക് നൽകിയ വില്ലിനെ കയ്യിലേക്കെടുത്താലും? മഹർഷി പറഞ്ഞതനുസരിച്ച് സ്മരിച്ച ഉടനെ അവളുടെ കയ്യിൽ ഐന്ദ്രം എന്ന ആ വില്ല് പ്രത്യക്ഷമായി. അടുത്തതായി എന്ത് ചെയ്യണമെന്ന ചോദ്യഭാവത്തിൽ അവൾ മഹർഷിയെ നോക്കി. ഹോമകുണ്ഡത്തിന് മുന്നിലിരിക്കുന്ന രുദ്രന്റെ പുറകിൽ നിന്നും ഒരു അസ്ത്രം അയച്ച് അവന്റെ ശിരച്ഛേദം നടത്തുക. മഹർഷിയുടെ ആജ്ഞ കേട്ട് ദുർഗ നടുങ്ങിപ്പോയി. അവളുടെ കയ്യിലിരുന്ന് ആ വില്ല് വിറച്ചു. എന്തു പറ്റി? അനങ്ങാതെ നിന്ന് അവളോട് മഹർഷി ചോദിച്ചു. എനിക്കതിന് കഴിയില്ല ഗുരു. അവൻ ആയുധമോ പടച്ചട്ടയോ ഇല്ലാതെയാ ഇരിക്കുന്നത്. ആ സമയം ഞാൻ അസ്ത്രം അയച്ചാല്... അല്പം സങ്കോചത്തോടു കൂടി പറഞ്ഞു വന്നത് പൂർത്തിയാക്കാതെ അവൾ നിർത്തി. അവൻ മരിക്കും. നിനക്ക് കാണണ്ടേ അവൻ മരിക്കുന്നത്? ധ്രുമ മഹർഷി ഒരു ചിരിയോടെ അവളോട് ചോദിച്ചു. ഗുരുനാഥ, അങ്ങ് എന്തൊക്കെയായി പറയുന്നേ? അവൻ മരിക്കുന്നത് എനിക്ക് കാണണമെന്നോ? അവൾ ആകപ്പാടെ ആശയക്കുഴപ്പത്തിലായി. വരാനിരിക്കുന്ന യുദ്ധത്തിൽ അവൻ മരിക്കുന്നത് നിനക്ക് കാണണ്ട എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ അവന്റെ ശിരസിന് നേരെ ആ അസ്ത്രം അയക്കൂ. മഹർഷി വീണ്ടും അവളോട് ആജ്ഞാപിച്ചു. പുറകിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും രുദ്രൻ അറിയുന്നുണ്ടായിരുന്നില്ല. അവന്റെ മനസ്സ് ഏകാഗ്രമായി ശിവപൂജയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. മഹർഷിയുടെ തീക്ഷ്ണമായ ആ ആജ്ഞയ്ക്ക് മുന്നിൽ മറ്റു നിവൃത്തിയില്ലാതെ ദുർഗ രുദ്രന് നേരെ വില്ലുയർത്തി ഞാൻ വലിച്ചു. തിളങ്ങുന്ന ഒരസ്ത്രം ആ വില്ലിൽ പ്രത്യക്ഷമായി. അടുത്ത നിമിഷം വില്ലിൽ നിന്നും ആ ദിവ്യാസ്ത്രം ആദിയുടെ കഴുത്ത് ലക്ഷ്യമാക്കി ചീറിപ്പാഞ്ഞു. രുദ്രപൂജയിൽ ഏകാഗ്രമായിരുന്നു അവന്റെ മനസ്സ്. എന്നാൽ അവനിലെ പരിശീലനം നേടിയ പടയാളിയുടെ കാതുകൾ പുറകിൽ നിന്നും ചീറിപ്പാഞ്ഞു വരുന്ന അസ്ത്രത്തിന്റെ മൂളക്കം വളരെ എളുപ്പത്തിൽ പിടിച്ചെടുത്തു. അവൻ പോലും അറിയാതെ അവന്റെ ശരീരം പ്രതികരിച്ചു. ഇരുന്ന ഇരിപ്പിൽ നിന്നും അവൻ പെട്ടെന്ന് താഴേക്ക് കുനിഞ്ഞു. ആദിയുടെ തലയ്ക്ക് മുകളിലൂടെ പാഞ്ഞുപോയ ആ അസ്ത്രം മുന്നിലെ മഹാദേവന്റെ പ്രതിമയ്ക്ക് മുന്നിലെത്തി അപ്രത്യക്ഷമായി. യാതൊന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ തിരിഞ്ഞുപോലും നോക്കാതെ പഴയ പോലെ നിവർന്നിരുന്ന് രുദ്രൻ തന്റെ ധ്യാനം തുടർന്നു. തന്റെ മുന്നിൽ കണ്ട കാഴ്ച വിശ്വസിക്കുവാനാവാതെ ദുർഗ നിന്നു. ധ്രുമ മഹർഷിയുടെ ചുണ്ടിൽ ആ കാഴ്ച കണ്ടൊരു പുഞ്ചിരി വിടർന്നു. കുമാരി, ശരീരം കണ്ണായി മാറണമെന്ന് പറയുന്നത് ഇതാണ്. ഇതുപോലെ യുദ്ധത്തിനിടയിൽ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് നേരെയും ചിലപ്പോൾ ആയുധം എടുക്കേണ്ടി വന്നേക്കാം. പണ്ട് കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനന് സംഭവിച്ചത് ഓർക്കുന്നില്ലേ? ആ സമയം തളർന്നു പോകാതെ ഇരിക്കുവാനുള്ള ഒരു പരിശീലനമായി കുമാരി ഇതിനെ കരുതിയാൽ മതി. അന്ന് വൈകുന്നേരം പിരിയുന്നതിന് മുൻപ് ധ്രുമ മഹർഷി അവർ ഇരുവരെയും അടുത്തേക്ക് വിളിച്ചു. രുദ്ര, എന്റെ കയ്യിലിരിക്കുന്ന ഈ വെള്ളി കെട്ടിയ വടി നിന്റെ ദിവ്യമായ തൃശൂലം പോലെ തന്നെ എന്റെ ആഗ്രഹാനുസരണം രൂപം മാറാൻ കഴിവുള്ളതാണ്. സാക്ഷാൽ ഭാർഗവരാമൻ എനിക്ക് സമ്മാനമായി നൽകിയ ദിവ്യമായ പരശുവാണിത്. ഇന്ന് ഇതിന്റെ ശക്തിയും ഞാൻ നിനക്ക് പകർന്നു നൽകുകയാണ്. ഏതവസരത്തിലും നീ വിചാരിക്കുന്ന മാത്രയിൽ ഈ ദിവ്യമായ പരശു നിന്റെ കയ്യിലേക്ക് എത്തിച്ചേരും. അതും പറഞ്ഞ് ധ്രുമ മഹർഷി തന്റെ കയ്യിലിരുന്ന വെള്ളികെട്ടിയ ആ വടി ആദിയുടെ മുന്നിലായി പിടിച്ചു. ആദിയും ദുർഗയെ നോക്കി നിൽക്കെ ആ വടി ഒരു മഴുവായി രൂപാന്തരം പ്രാപിച്ചു. അതിൽ നിന്നും പുറപ്പെട്ട വെള്ളി നിറമുള്ള കിരണങ്ങൾ ആദിയുടെ നേരെ ചെന്ന് അവനെ പൊതിഞ്ഞു. പിന്നീട് അവന്റെ ശരീരത്തിലേക്ക് ലയിച്ചു ചേർന്നു. നിങ്ങൾ ഇരുവരും ഇപ്പോൾ ആയോധന കലയിൽ മനസ്സെത്തുന്നിടത്ത് കണ്ണും, കണ്ണെത്തുന്നിടത്ത് കൈയും, കൈയെത്തുന്നിടത്ത് മെയ്യും എത്തിക്കുവാൻ എല്ലാവിധത്തിലും പ്രാപ്തരായിരിക്കുന്നു. പക്ഷെ നിങ്ങൾക്ക് ഒരു പരീക്ഷണം കൂടിയുണ്ട്. നാളെ നിങ്ങൾ നേരിടേണ്ടത് ഏൽസ് രാജ്ഞിയായ എൽവേരയെയാണ്.
കരുത്തുറ്റ പോരാളിയും ഐന്ദ്രിക ശക്തികളുടെ രാജ്ഞിയുമായ എൽവേരയെ യുദ്ധത്തിൽ തോൽപ്പിക്കുക എന്നത് അസാധ്യമായ കാര്യമാണ്. നിങ്ങൾക്ക് നാളെ അതിന് കഴിയുമോ എന്ന് ശ്രമിച്ചു നോക്കാം. വിജയീ ഭവ. നാളെ പുലർച്ചെ ഇരുവരും തയ്യാറായിരിക്കുക. അതും പറഞ്ഞ് മഹർഷി യാത്രയായി. പിറ്റേ ദിവസം വെളുപ്പിന് ധ്രുമമഹർഷിയോടൊപ്പം മാതിയും ദുർഗയും ഗുരുളമന്നാഥ പർവ്വതത്തിൽ എൽസുകളുടെ രാജ്ഞിയായ എൽവേരയെയും കാത്തുനിന്നു. അല്പസമയം കഴിഞ്ഞ് ശക്തിയേറിയ ഒരു ചിറകടി ശബ്ദമാണ് അവർ ആദ്യം കേട്ടത്. ആ ചിറകടിയുടെ ശക്തി മൂലം പർവ്വതത്തിലെ വശങ്ങളിൽ നിന്നും മഞ്ഞുപാളികൾ ചിതറിത്തെറിച്ചു. വെളുത്ത പുക പോലെ ഉയർന്ന ആ മഞ്ഞിനിടയിൽ നിന്നും എൽവേര അവർക്ക് മുന്നിലേക്ക് പറന്നിറങ്ങി. വണക്കം മഹർഷി. അവർക്ക് മുന്നിൽ നിന്നും എൽവേര ധ്രുമമഹർഷിയെ ആദ്യം വണങ്ങി. ഒരു സൗന്ദര്യത്തിടമ്പായ എൽവേരയെ ആദ്യം ശ്രദ്ധിച്ചു നോക്കുന്നത് കണ്ട് ദുർഗയുടെ നഖങ്ങൾ അവന്റെ കയ്യിൽ ആഴ്ന്നിറങ്ങി. ഔ! കൈ തടവി എരിവ് വലിച്ചു കയറ്റുന്ന അവനെയും അല്പം അസൂയയോടെ തന്നെ നോക്കുന്ന ദുർഗയെയും കണ്ട് ഒരു കുസൃതി ചിരിയോടെ എൽവേര ആദിയുടെ മുന്നിലേക്ക് എത്തി. ധ്രുമ മഹർഷിയുടെ കീഴിൽ പരിശീലനം പൂർത്തിയാക്കാൻ സാധിച്ച ധീരനായ രുദ്രന് എന്റെ അഭിനന്ദനങ്ങൾ. അതും പറഞ്ഞ് അവൾ ഇരു കൈകളും നീട്ടി അവനെ ആലിംഗനം ചെയ്തു. മാത്രമല്ല അവളുടെ ചിറകുകൾ വെച്ച് അവനെ പൊതിഞ്ഞു പിടിക്കുകയും ചെയ്തു. ദുർഗയുടെ കണ്ണുകളിൽ അസൂയയുടെ കനലുകൾ കത്തി. എന്നാൽ അത് കാര്യമാക്കാതെ ഒരു ചിരിയോടെ അടുത്ത നിമിഷം എൽവേര അവളെയും ആലിംഗനം ചെയ്തു. എൽവേര, കഴിഞ്ഞ ദിവസങ്ങളിലെ പരിശീലനം കഴിഞ്ഞ് ഇവർ നിന്നോട് മാറ്റുരക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. നിന്റെ ശക്തികൾ കൊണ്ട് ഇവരെ പരാജയപ്പെടുത്താൻ സാധിക്കുമോ എന്ന് ഒന്ന് ശ്രമിച്ചു നോക്കുക. ഇതിനു വേണ്ടിയാണ് ഇന്നിവിടെ വരുവാൻ നിന്നോട് നാം പറഞ്ഞതും. ധ്രുമ മഹർഷി എൽവേരയോട് പറഞ്ഞു. അവിടുത്തെ ആഗ്രഹം പോലെ നടക്കട്ടെ മഹർഷി. നിങ്ങൾ തയ്യാറല്ലേ? മഹർഷിയോട് പറഞ്ഞതിന് ശേഷം അവൾ ആദിയോടും ദുർഗയോടും ചോദിച്ചു. അതിന് മറുപടിയായി വാളുകൾ കയ്യിലെടുത്ത് ചുഴറ്റിക്കൊണ്ട് ആദിയും ദുർഗയും എൽവേരയെ നേരിടുവാൻ തയ്യാറായി നിന്നു. അവരുടെ കഴിവുകൾ കാണുവാനായി ധ്രുമ മഹർഷി അല്പം മാറി അവിടെയുള്ളൊരു പീഠത്തിലേക്കിരുന്നു. അവരിരുവരുടെയും നിൽപ്പ് കണ്ട് ഒന്ന് പുഞ്ചിരിച്ചതിന് ശേഷം എൽവേര ചിറകുകളടിച്ച് മുകളിലേക്ക് ഉയർന്നു. അടുത്ത നിമിഷം അവൾ ചിറകുകളുള്ള അസാധാരണമായ വലിപ്പമുള്ള ഒരു സിംഹമായി രൂപം മാറി ആദിയുടെ നേരെ ചാടി വീണു. എൽവേര ആയുധവും എടുത്ത് തങ്ങളെ നേരിടുമെന്ന് വിചാരിച്ച് നോക്കി നിന്ന ആദിയും ദുർഗയും ആ രൂപമാറ്റത്തിൽ ഒന്ന് പകച്ചു. ചിറകുകൾ ആഞ്ഞു വീശി തനിക്ക് നേരെ ചാടി വന്ന ആ സിംഹത്തിന് മുന്നിൽ ആദ്യ അടുത്ത നിമിഷം വലിയൊരു സർപ്പമായി മാറി. അന്തരീക്ഷത്തിൽ നിന്നും മുന്നിലേക്ക് ചാടി വന്ന ആ സിംഹത്തെ വരിഞ്ഞു മുറുക്കി സർപ്പമായി മാറിയ ആദി ആ സിംഹത്തിന് മുന്നിൽ തന്റെ വാ പിളർത്തി. എന്നാൽ വജ്രതുല്യമായ നഖങ്ങളുള്ള കൈകൾ ഉയർത്തി ആ സിംഹം സർപ്പത്തിന്റെ പത്തിയിൽ ആഞ്ഞടിച്ചു. പിന്നിലേക്ക് മലർന്നുപോയ സർപ്പത്തിന്റെ പത്തിയിൽ ആ സിംഹം മുൻകാലുകൊണ്ട് താഴെ മഞ്ഞിലേക്ക് അമർത്തിപ്പിടിച്ചുകൊണ്ട് അലറി. ആ ശക്തിയിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കാതെ സർപ്പമായ ആദി ആ സിംഹത്തിന് മേൽ ചുറ്റിയിരുന്ന വാൽ ഒന്നുകൂടി മുറുക്കി. അനങ്ങുവാൻ സാധിക്കാത്ത വിധം അമർത്തിപ്പിടിച്ചിരിക്കുന്നവന്റെ പത്തിയുടെ നേരെ തന്റെ വാ പിളർന്ന് ആ സിംഹം പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന തേറ്റപ്പല്ലുകളിൽ നാവും നീട്ടി ഒന്ന് നക്കി. അടുത്ത നിമിഷം വല്ലാത്തൊരു മുരൾച്ചയോടെ ആ സിംഹം അവന്റെ പത്തിയിലേക്ക് തന്റെ തേറ്റപ്പല്ലുകൾ ഇറക്കാൻ ശ്രമിച്ചു. ഇതെല്ലാം കണ്ടുനിന്ന ദുർഗ ഒറ്റച്ചാട്ടത്തിന് സിംഹത്തിന്റെ മുകളിലേക്ക് മറിഞ്ഞു കയറി ഇരുവശത്തേക്കും കാലുകൾ ഇട്ട് ആ സിംഹത്തിന്റെ ചിറകുകൾ അനങ്ങുവാൻ സാധിക്കാത്ത വിധം കാലുകൾ കൊണ്ട് വട്ടം ചുറ്റിപ്പിടിച്ചതിന് ശേഷം അവൾ തന്റെ ഇരു കൈകളും ആ സിംഹത്തിന്റെ ജടയിലേക്ക് താഴ്ത്തി. ആ ജടയിൽ കൈകൾ കൊണ്ട് കോർത്തുപിടിച്ച് ആദിയെ കടിക്കുവാൻ വേണ്ടി താഴ്ത്തിയ സിംഹത്തിന്റെ മുഖം അവൾ മുകളിലേക്ക് ശക്തിയായി വലിച്ചു പിടിച്ചു. അവളുടെ പിടിയിൽ നിന്നും രക്ഷപ്പെടാനാവാതെ ആ സിംഹം തല കുടഞ്ഞ് അവളെ മുകളിൽ നിന്നും താഴെ ഇടാൻ ശ്രമിച്ചു. അടുത്ത നിമിഷം അവർ കണ്ടത് ആ സിംഹത്തിന്റെ കഴുത്തിന്റെ നീളം വർദ്ധിക്കുന്നതാണ്. അവർ പകച്ചു നോക്കി നിൽക്കെ ആ സിംഹം ഭീകരമായ സ്വരത്തിലൊന്ന് അലറി. ഒരു സർപ്പത്തെ പോലെ നീളം കൂടിയ തന്റെ കഴുത്ത് പുറകോട്ട് തിരിച്ച് മുകളിൽ ഇരിക്കുകയായിരുന്ന ദുർഗയുടെ കഴുത്തിൽ കടിച്ച് ആ സിംഹം അവളെ ദൂരേക്ക് വലിച്ചെറിഞ്ഞു. മുകളിലേക്ക് ഉയർന്ന് ദൂരേക്ക് തെറിച്ച ദുർഗ അടുത്ത നിമിഷം ഒരു കൃഷ്ണപ്പരുന്തായി മാറി. അവൾ ആ സിംഹത്തിന് നേരെ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് പാഞ്ഞെടുത്തു. ആ സമയം കൊണ്ട് സിംഹത്തിന്റെ പിടിയിൽ നിന്നും ഒഴിഞ്ഞുമാറിയ ആദിയും മറ്റൊരു കൃഷ്ണപ്പരുന്തായി രൂപം മാറി മറുവശത്തു നിന്നും സിംഹത്തെ ആക്രമിച്ചു. അടുത്ത നിമിഷം എൽവേര വലിയൊരു കഴുകന്റെ രൂപമെടുത്ത് അവരുടെ ആക്രമണങ്ങളെ നേരിട്ടു. നഖങ്ങളും കൊക്കുകളും ഉപയോഗിച്ച് അന്തരീക്ഷത്തിൽ പറന്നുകൊണ്ട് അവർ ഏറ്റുമുട്ടി. ജയപരാജയങ്ങളില്ലാതെ ആ ദിവസം മുഴുവൻ അവർ പരസ്പരം ഏറ്റുമുട്ടി. കഴുകന്റെ ചിറകിന്റെ ശക്തിയേറിയ അടിയേറ്റ് കൃഷ്ണപ്പരുന്തായ ദുർഗ ദൂരേക്ക് തെറിച്ചു വീണു. ആ സമയം കൊണ്ട് കഴുകന്റെ കഴുത്തിന് പിറകിൽ കൊക്കുകൊണ്ട് കൊത്തിവലിച്ച ആദി ആ കഴുകനെ കൊണ്ട് താഴെ മഞ്ഞിലേക്ക് പറന്നു. താഴെ മഞ്ഞിലേക്ക് ശക്തിയിൽ ചിറകടിച്ച് വീണ അവർ ഇരുവരുടെയും ചുറ്റും നിന്ന് ചിറകടികൾ മൂലം മഞ്ഞിന്റെ തരികൾ ആകാശത്തിലേക്ക് പറന്നു.
മനുഷ്യരൂപം പൂണ്ട ആദി പുറകോട്ട് ചാടി മാറിയതിനു ശേഷം ഉച്ചത്തിൽ അലറി. അടുത്ത നിമിഷം അവൻ നിന്നിരുന്ന സ്ഥാനത്ത് അവർ കണ്ടത് മഹാദേവന്റെ അംശവും ഭൂതഗണവുമായ സാക്ഷാൽ വീരഭദ്രന്റെ രൂപത്തിൽ നിൽക്കുന്ന ആദിയെയാണ്. ഒരു കൈയിൽ പരശുരാമന്റെ ദിവ്യമായ മഴവും മറുകൈയിൽ ദിവ്യമായ വാളുമെടുത്ത് അവൻ അലറിയപ്പോ ആ ശബ്ദത്തിന്റെ പ്രകമ്പനം കൊണ്ട് ചുറ്റുപാടുമുള്ള പർവ്വതനിരകളിൽ വല്ലാത്തൊരു കുലുക്കം തന്നെ അനുഭവപ്പെട്ടു. അപകടം മനസ്സിലാക്കിയ എൽവേര സ്വന്തം രൂപം കൈകൊണ്ട് പുറകോട്ടു മാറിയെങ്കിലും മുകളിലേക്ക് കുതിച്ചു ചാടിയ ആദി അവളുടെ ഇരു ചിറകുകളിലും ചവിട്ടി അവളെ താഴെ മഞ്ഞിലേക്ക് താഴ്ത്തി. അവളുടെ ചിറകുകളിൽ രണ്ട് കാലും ഉപയോഗിച്ച് ചവിട്ടി പിടിച്ചുകൊണ്ട് അവൻ കൈകളിലിരുന്ന മഴവും വാളും മുകളിലേക്ക് ഉയർത്തി ഒരിക്കൽ കൂടി ഉച്ചത്തിൽ അലറി. കയ്യിലിരുന്ന വാളും മഴവും എൽവേരയുടെ കഴുത്ത് ലക്ഷ്യമാക്കി അവൻ വീശാനൊരുങ്ങുന്നത് കണ്ട് ദുർഗ അവനെ ഉറക്കെ നീട്ടി വിളിച്ചു. ആദി, അരുത്! അവളുടെ വിളി കേട്ട് കിതച്ചുകൊണ്ട് അവൻ തല ഉയർത്തി അവളെ നോക്കി. ആ സമയം അവന്റെ കണ്ണുകളുടെ നീല നിറം മാറി ചുവപ്പ് നിറമായിരുന്നു. മൂന്നാം കണ്ണു തുറന്നതുപോലെ ആ കണ്ണുകളിൽ നിന്നും അഗ്നി ജ്വലിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും ദുർഗയുടെ വിളി കേട്ട് അടങ്ങിയ അവൻ സ്വയം നിയന്ത്രിച്ച് എൽവേരയുടെ ചിറകുകളിൽ നിന്നും പുറകോട്ടു മാറി. അവന്റെ കൈകളിൽ നിന്നും ആയുധങ്ങളും അപ്രത്യക്ഷമായി. താഴെ വീണ് കിടക്കുന്ന എൽവേരയുടെ നേരെ നോക്കി ചിരിച്ചുകൊണ്ട് അവൻ തന്റെ വലത് കൈ അവളുടെ നേരെ നീട്ടി. ചിരിച്ചും കൊണ്ട് തന്നെ അവൻ നീട്ടിയ കൈകളിൽ പിടിച്ചുയർന്ന എൽവേര എഴുന്നേറ്റ് നിന്നു. കൊള്ളാം, നന്നായിരിക്കുന്നു. എന്തെപ്പോൾ ചെയ്യണമെന്നും എങ്ങനെ ചെയ്യണമെന്നും ഇപ്പോൾ നിങ്ങൾക്ക് ഇരുവർക്കും വശമായിരിക്കുന്നു. മാത്രമല്ല, രുദ്രനെ നിയന്ത്രിക്കേണ്ടത് എങ്ങനെയെന്ന് കുമാരിയും അറിഞ്ഞിരിക്കുന്നു. വളരെ നല്ലത്. അവരോട് അത്രയും പറഞ്ഞതിന് ശേഷം എൽവേര ധ്രുമ മഹർഷിക്ക് നേരെ തിരിഞ്ഞു. മഹർഷേ, അവിടുത്തെ പരിശീലനങ്ങൾ കൊണ്ട് ഇരുവർക്കും ഉദ്ദേശിച്ച ഫലങ്ങൾ തന്നെ കിട്ടിയിരിക്കുന്നു. എൽവേര പറഞ്ഞത് കേട്ട് മഹർഷി എഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് ചെന്നു. ഇന്നേക്ക് 18 നാൾ കഴിഞ്ഞാൽ നാം എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന വൃശ്ചികത്തിലെ അമാവാസി ദിവസമാണ്. അന്നേ ദിവസം അവനെ വധിച്ചെങ്കിൽ മാത്രമേ അവന്റെ ആത്മാവ് പൂർണ്ണമായി നശിക്കുകയുള്ളൂ. അവനും ആ ദിവസം പ്രാധാന്യമുള്ളത് തന്നെയാണ്. സർവ്വലോകത്തിനും അധിപനാകുവാൻ വേണ്ടി കുമാരി അന്നേ ദിവസം ബലി കൊടുക്കുവാനാണ് അവനും കാത്തിരിക്കുന്നത്. അടുത്ത 7 ദിവസങ്ങൾ നിങ്ങൾ ഇരുവരും പരമഹംസ ഗുരുക്കളുടെ കൂടെ ശിവപൂജയിൽ പങ്കെടുക്കണം. 8-ാം ദിവസം കൗശല്യന്റെ താവളമായ പഴയകാല അവന്തി സാമ്രാജ്യത്തിന്റെ കൊട്ടാരം സ്ഥിതി ചെയ്യുന്ന ആ വനത്തിലേക്ക് നിങ്ങൾ യാത്രയാവുക. നിങ്ങളെയും പ്രതീക്ഷിച്ച് തിന്മയുടെ ശക്തികളായ അവന്റെ സൈന്യം അവിടെ നിൽക്കുന്നുണ്ടായിരിക്കും. അവര് ജയിച്ചു മുന്നേറുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിരിക്കുകയില്ല. മറ്റൊരു കുരുക്ഷേത്ര യുദ്ധം തന്നെയായിരിക്കും അവിടെ അരങ്ങേറുക. നിങ്ങളെ സഹായിക്കുവാൻ എൽവേരയും അവളുടെ സൈന്യവും 8-ാം ദിവസം ആ വനമധ്യത്തിൽ ഉണ്ടായിരിക്കും. അവൻ തന്റെ മാന്ത്രിക ശക്തിയാൽ സൃഷ്ടിച്ച് സാധാരണ മനുഷ്യർക്ക് കടന്നു വരാൻ സാധിക്കാത്ത ആ മായ സ്ഥലത്ത് വെച്ച് വേണം അവനെ എതിരിടുവാൻ. ഗുരുദേവ, അപ്പോൾ ഭദ്ര? ആദ്യ ഇടയ്ക്ക് കയറി മഹർഷിയോട് ചോദിച്ചു. അത് ഞാൻ അന്നേ പറഞ്ഞതല്ലേ. അതിനുള്ള ഉത്തരം അവിടെ വെച്ച് നിങ്ങൾ തന്നെ കണ്ടെത്തേണ്ടതാണ്. യുദ്ധരംഗത്തേക്ക് നാം വരികയില്ല. എങ്കിലും ആവശ്യമുള്ള സമയം നമ്മുടെ ഉപദേശം നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും. വിജയീ ഭവ. ഗുരുദേവ, അങ്ങയുടെ കീഴിൽ ആയോധന കലകൾ അഭ്യസിച്ച ഇവരിരുവരോടും മാറ്റുരക്കാൻ അവസരം കിട്ടിയതിൽ ഞാൻ കൃതാർത്ഥയാണ്. അങ്ങ് പറഞ്ഞതുപോലെ 8-ാം ദിവസം ഞാനും എന്റെ സൈന്യവും ഈ ലോക നന്മയ്ക്ക് വേണ്ടി പോരാടുവാൻ തയ്യാറായി ആ വനമധ്യത്തിലുണ്ടാവും. തൽക്കാലം എന്നെ പോകുവാൻ അനുവദിച്ചാലും. വിജയീ ഭവ. ഇരു കൈകളും ഉയർത്തി മഹർഷി എൽവേരെ അനുഗ്രഹിച്ചു. ആദിയെയും ദുർഗയെയും നോക്കി ഒരിക്കൽ കൂടി പുഞ്ചിരിച്ചതിന് ശേഷം ചിറകുകൾ വീശിയടിച്ച് എൽവേര ആകാശത്തിലേക്ക് ഉയർന്നു. ശക്തിയേറിയ ചിറകടിയിൽ ഉയർന്നു പൊങ്ങിയ മഞ്ഞിന്റെ പൊടിപടലങ്ങൾക്കിടയിൽ അവൾ അപ്രത്യക്ഷയായി. വനത്തിനകത്ത് കൗശല്യന്റെ താവളത്തിൽ വലിയൊരു ഹോമകുണ്ഡത്തിന് മുന്നിലിരുന്ന് പൂജകൾ ചെയ്യുന്ന കൗശല്യൻ കണ്ണുകൾ അടച്ച് പ്രാചീന ഭാഷയിൽ എന്തൊക്കെയോ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നു. ഇടയ്ക്ക് തൊട്ടടുത്തിരിക്കുന്ന പാത്രത്തിൽ നിന്നും രക്തം ആ ഹോമകുണ്ഡത്തിലേക്ക് അർപ്പിക്കുന്നുമുണ്ട്. തൊട്ടരികിലായി മനുഷ്യരൂപം പൂണ്ട വജ്രപാതനും കാവൽ നിൽക്കുന്നു. കറുത്തിരുണ്ട ആ വനാന്തർഭാഗം ഒന്നുകൂടി ഇരുണ്ട് മൂടിക്കെട്ടി. അല്പസമയം കഴിഞ്ഞപ്പോ മുകളിൽ അന്തരീക്ഷത്തിൽ ചുവപ്പും കറുപ്പും നിറമാർന്ന മേഘങ്ങൾ ഉരുണ്ടുകൂടി. ഒരു ചുഴി പോലെ ആ മേഘങ്ങൾ വട്ടം കറങ്ങുവാൻ തുടങ്ങി. മേഘങ്ങൾ പരസ്പരം കൂട്ടിമുട്ടുന്ന ഇടിയുടെ ശബ്ദവും മിന്നൽ പിണരുകളും അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. വട്ടം കറങ്ങിക്കൊണ്ടിരുന്ന മേഘങ്ങൾക്ക് നടുവിലായി ക്രമേണ ഒരു ചുഴി തന്നെ പ്രത്യക്ഷപ്പെട്ടു. അതിനു നടുവിൽ നിന്നും ഒരു ഇടിമിന്നൽ രൂപം കൊണ്ട് ഹോമകുണ്ഡത്തിന് മുകളിലെ തുറന്ന ഭാഗത്തുകൂടി ആ ഹോമകുണ്ഡത്തിലേക്ക് പതിച്ചു. പെട്ടെന്ന് ആ ഹോമകുണ്ഡത്തിലെ തീജ്വാലകൾ വലിയൊരു ശബ്ദത്തോടെ പൊട്ടിച്ചിതറി. അതിൽ നിന്നും കറുത്ത പുക മുകളിലേക്ക് ഉയർന്നു വന്നു. ഭീതിജനകമായ ഒരു അട്ടഹാസം അവിടെ മുഴങ്ങി.
പൊട്ടിച്ചിതറി മുകളിലേക്കുയർന്ന ആ തീജ്വാലകൾക്കിടയിലെ കറുത്ത പുകയിൽ നിന്നും ഭീകരരൂപിയായ വൃഗോദരൻ എന്ന അസുരൻ പ്രത്യക്ഷപ്പെട്ടു. കാണുന്ന ആരിലും ഭയം ജനിപ്പിക്കുന്ന വിധം പൈശാചികമായ മുഖവും മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്ന നീണ്ടു വളർന്ന കൊമ്പുകളും 3 വിരലുകൾ മാത്രമുള്ള കൈപ്പത്തിയോടുകൂടിയ വലിയ കൈപ്പത്തികളും നെഞ്ചിന്റെ ഭാഗത്ത് വളർന്നു നിൽക്കുന്ന മറ്റു 2 കൈപ്പത്തികളും ശരീരം നിറയെ ശൽക്കങ്ങളുമായി അതിശക്തനായ വൃഗോദരൻ. ഹോമകുണ്ടത്തിൽ നിന്നും പ്രത്യക്ഷപ്പെട്ട വൃഗോദരൻ കൗശല്യനെ തൊഴുതു വണങ്ങി. പ്രഭു, അടിയനെ ഉണർത്തിയത് എന്തിനാണെന്ന് അറിയിച്ചാലും. ഇടിമുഴക്കം പോലെയുള്ള ശബ്ദത്തിൽ ആ അസുരൻ കൗശല്യനോട് ചോദിച്ചു. മൃഗോദര, സർവലോകത്തിനും അധിപനായി തീരുന്നതിനു വേണ്ടിയാണ് നാം ഈ ഹോമം നടത്തുന്നത്. ഇന്നേക്ക് 7-ാം ദിവസം മഹായുദ്ധമാണ് ഇവിടെ നടക്കുവാൻ പോകുന്നത്. ആ യുദ്ധത്തിൽ നിന്റെ സഹായം നമുക്ക് ആവശ്യമുണ്ട്. വജ്രപാതനാൽ നയിക്കപ്പെടുന്ന നമ്മുടെ സൈന്യത്തിന്റെ മുൻനിരയിൽ നീയും ഉണ്ടാകണം. അതാണ് നമ്മുടെ ആഗ്രഹം. തീർച്ചയായും പ്രഭു, അങ്ങ് സർവലോകങ്ങളുടെയും അധിപനായിത്തീരുന്ന ദിനത്തിന് സാക്ഷ്യം വഹിക്കുവാൻ ഞാനും ഉണ്ടാകും. സമയമാകുമ്പോൾ യുദ്ധമുഖത്ത് അവിടുത്തെ ശത്രുക്കളെ നേരിടുവാൻ ഈ വൃഗോദരനും ഉണ്ടായിരിക്കും. അതും പറഞ്ഞ് ഒരു അട്ടഹാസത്തോടുകൂടി വൃഗോദരൻ അവരുടെ മുന്നിൽ നിന്നും അപ്രത്യക്ഷനായി. കൗശല്യൻ വീണ്ടും തന്റെ ഹോമം തുടർന്നു. രക്തം ഹവിസായി അർപ്പിച്ചുകൊണ്ടുള്ള മന്ത്രോച്ചാരണങ്ങൾ വീണ്ടും മുഴങ്ങി. ഹോമകുണ്ടത്തിലെ അഗ്നി വീണ്ടും ആളിക്കത്തി. ഉയർന്ന തീജ്വാലകൾക്കിടയിൽ നിന്നും മറ്റൊരു രാക്ഷസൻ ഉയർത്തെഴുന്നേറ്റു. അഗ്നിവർഷ! ശരീരമാസകലം ആളിക്കത്തുന്ന തീ ഉയർത്തിക്കൊണ്ട് മുന്നിൽ നിന്ന് അസുരനെ നോക്കി കൗശല്യൻ വിളിച്ചു. കൗശല്യനെ താണുവണങ്ങിയ അഗ്നിവർഷൻ വജ്രപാതനോടൊപ്പം മാറി നിന്നു. വീണ്ടും തുടർന്ന ഹോമത്തിനിടയിൽ ആ ഹോമകുണ്ടത്തിൽ നിന്നും തിന്മയുടെ ശക്തികളായ അസുരന്മാർ ഓരോരുത്തരായി പുറത്തേക്ക് വന്നു. ഭീകരരൂപിണിയായ ദുർവർഷിണി തന്റെ 3 അംഗരക്ഷകരുമായിട്ടാണ് പ്രത്യക്ഷപ്പെട്ടത്. അതിനു പുറകെ ചിറകുകൾ വീശി ഭീമാസുരന്മാരായ ഗ്രാണാസുരൻ, ശുദ്രകൻ എന്നിവർ പ്രത്യക്ഷപ്പെട്ടു. അവരെ കൂടാതെ വികടാസുരൻ, കൃതവർമാസുരൻ, പ്രചണ്ഡാസുരൻ, ബാണാസുരൻ, ഗണ്ഡകർണൻ, അന്തകാസുരൻ, വിചിത്രബാഹു എന്നീ ശക്തരായ രാക്ഷസന്മാരും ഹോമകുണ്ടത്തിൽ നിന്നും പ്രത്യക്ഷപ്പെട്ട് കൗശല്യന് മുന്നിൽ അവന്റെ ആജ്ഞ പാലിക്കുവാൻ സന്നദ്ധരായി അണിനിരന്നു. കൗശല്യന്റെ ആഗ്രഹമനുസരിച്ച് ആ തിന്മയുടെ ശക്തികളെല്ലാം തന്നെ യുദ്ധത്തിൽ അവനെ സഹായിക്കുന്നതിനുള്ള സമ്മതം അറിയിച്ചതിനു ശേഷം അവിടെ നിന്നും തങ്ങളുടെ വിശപ്പും ദാഹവും അടക്കുവാൻ വേണ്ടി മൃഗങ്ങളെ വേട്ടയാടി കൊന്നു തിന്നുന്നതിനായി യാത്രയായി. വജ്രപാത! ആ അസുരന്മാരെല്ലാം പോയി കഴിഞ്ഞതിന് ശേഷം കൗശല്യൻ വജ്രപാതനെ വിളിച്ചു. പ്രഭു! വജ്രപാതൻ കൗശല്യനെ വണങ്ങി. യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞാൽ നീ ഒരിക്കലും രുദ്രനെ എതിരിടാൻ പോകരുത്. എന്തുകൊണ്ടാണ് അവിടെ നിന്ന് അങ്ങനെ പറയുന്നത്? അവിടുത്തെ പൂജകളാൽ ആവാഹിച്ചു കിട്ടിയ ശക്തി കൂടെ ചേർന്നപ്പോ ഞാൻ അവനെ നേരിടുവാൻ പ്രാപ്തനായില്ലേ? കൗശല്യൻ പറഞ്ഞത് ഇഷ്ടപ്പെടാത്ത മട്ടിൽ അവൻ ചോദിച്ചു. വിഡ്ഢി! മഹാദേവന്റെ അംശവും ശക്തിയും അതുകൂടാതെ ദ്രുമമഹർഷിയുടെ ശിക്ഷണവുമുള്ള അവന്റെ മുന്നിൽപ്പെട്ടാൽ നിന്റെ മരണം സുനിശ്ചിതമാണ്. എങ്കിലും അവനെ നേരിടുവാനുള്ള ഒരു അവസരം നിനക്ക് ലഭിക്കും. അതുവരെ ക്ഷമയോടെ കാത്തു നിൽക്കുക. അതെപ്പോൾ ലഭിക്കും പ്രഭു? അമാവാസി ദിവസം എന്നെ വധിക്കുവാൻ കുമാരി കൊട്ടാരത്തിലേക്ക് വരും. പക്ഷെ എന്റെ മാന്ത്രിക വലയം ഭേദിച്ച് കൊട്ടാരത്തിനകത്ത് കയറണമെങ്കിൽ കുമാരിയുടെ കയ്യിൽ രുദ്രന്റെ ഇന്ദ്രനീലവളയും വീരഭദ്രന്റെ മാണിക്യവളയും കുമാരിയുടെ തന്നെ മരതകവളയും ഒരുമിച്ച് ചേർന്ന ത്രയംബക കവചം ഉണ്ടായിരിക്കണം. കുമാരി ആ 3 വളകളും ഒരുമിച്ച് ചേർത്ത ത്രയംബക കവചവും അണിഞ്ഞ് എന്നെ വധിക്കുവാൻ കൊട്ടാരത്തിനകത്തേക്ക് കയറുന്ന നേരം രുദ്രന്റെ കയ്യിൽ ഇന്ദ്രനീലവളയില്ലാത്ത ആ സമയം, അതാണ് നിനക്കുള്ള സമയം. കൗശല്യൻ പറഞ്ഞത് കേട്ട് വജ്രപാതന്റെ കണ്ണുകൾ തിളങ്ങി. തുടരും. രുദ്ര അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥ ഇഷ്ടപ്പെടുന്നവർ ദയവായി 2 വരിയെങ്കിലും അഭിപ്രായമായി ഒന്ന് കുറിക്കണേ. താങ്ക് യു.